അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടംപൊരി. അപ്പോൾ ഇതുവരെ ചെയ്തിട്ട് വിജയിക്കാത്ത ആളുകൾ ഒന്ന് ട്രൈ. യൂണിറ്റ്സിനെ വിടാനുള്ള യാതൊരു പരിപാടിയില്ല. നമ്മൾ പിന്നെ ഇപ്പോൾ ഉള്ളിവട ചെയ്തു, പിന്നെ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ബോണ്ട ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഉണ്ടംപൊരി എടുക്കാമെന്നല്ലേ മീൻസ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഉണ്ടാന്ന് പറയും. നല്ല അടിപൊളി ടേസ്റ്റി ഉണ്ടാണ്. കാരണം നമ്മൾ ഇവിടെ സ്ഥിരം എന്നല്ല, നമ്മൾ വരുമ്പോഴൊരു യൂണിറ്റ്സിൻ്റെ ഉള്ളിവട അതേപോലെ പഴംപൊരി ഉണ്ട അതൊക്കെ നമ്മളെ സ്ഥിരം ഒരു ഐറ്റംസാണ്. അപ്പോൾ ഉണ്ടൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി എങ്ങനെയാണ് യൂണിറ്റ്സ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കിലോ മൈദ, 1/2 കിലോ റവ, 1/2 കിലോ പഞ്ചസാര, കുറച്ച് ജീരകം, കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങാക്കൊത്ത്, അപ്പസോഡ, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൽ ആവശ്യമായത്. നമ്മളിത് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ പഞ്ചസാര 1/2 കിലോ പഞ്ചസാര 1/2 കിലോ ഫുള്ളായിട്ടിടുക. പഞ്ചസാര ഇട്ടു. ഇനി നമ്മൾ അടുത്തതായിട്ട് അതിന് വേണ്ടി മൈദ 1 കിലോ മൈദയാണ് നമ്മൾ ചേർക്കുന്നത്. മൈദ ചേർത്ത് പിന്നെ നമുക്ക് റവ ചേർക്കാം. റവ 1/2 കിലോ റവയാണ് ഇതിൽ ചേർക്കുന്നത്. നമ്മളിതിപ്പോൾ റവ ചേർക്കുന്നത് ഇത് കുറച്ചൊന്ന് ഒരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് പോകും. മൈദ മാത്രമാകുമ്പോൾ ടൈറ്റാകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റവ ചേർക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം, ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം. നല്ല മഴയാണ്, പിന്നെ കറണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജീരകം ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പസോഡ, ബേക്കിംഗ് സോഡ. ഇനി നമ്മളിത് ചേർക്കാൻ പോകുന്നത് ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിത് ചേർക്കാൻ പോകുന്നത് കുറച്ച് ലൈറ്റ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ചേർക്കാം, കുറച്ച് മതി. കുറച്ച് കറണ്ട് പോയതുകൊണ്ട് നമുക്ക് കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇതിന് 1 കപ്പ് വെള്ളമാണ് ഇതിന് നമ്മൾ എടുക്കുന്നത്. ഇതിനാവശ്യം 1 കപ്പ് വെള്ളം. ഇത്രയും സാധനങ്ങൾക്ക് 1 കിലോ മൈദ, 1/2 കിലോ റവ, ഇതിനൊക്കെ ആവശ്യമായത് 1 കപ്പ് വെള്ളമാണ്. ആ 1 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിൽ പഞ്ചസാര ചേർത്തതിന് പകരം നല്ല വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് നല്ല ടേസ്റ്റിയായി കിട്ടും. നമ്മൾ 1/2 കിലോ പഞ്ചസാരയ്ക്ക് ഒരു 350 ഗ്രാം വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ ഒന്നുകൂടെ നല്ലത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഞ്ചസാരയിലാക്കിയത്. വെള്ളമാകുമ്പോൾ ഒന്ന് ഉരുക്കിയെടുക്കുകയൊക്കെ വേണം. പഞ്ചസാര ആകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടിച്ചു വെക്കണം. അതിന് ഈ രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ അടിച്ചു വെക്കുക. ബോണ്ടൻ്റെ ആ പൊന്തി വരാൻ വേണ്ടിയിട്ട്, നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു വെച്ചാലേ ആ മയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കല്ല് പോലെ ഉണ്ടാവും ടമ്പറായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു വെച്ചാൽ മാത്രമേ അത് പൊന്തി കിട്ടുള്ളൂ. മാവ് നന്നായിട്ട് പൊന്തി കിട്ടണം.
നാവ് നന്നായി പൊന്തി കിട്ടിയാലേ നമുക്ക് ബോണ്ട നല്ല ടേസ്റ്റി കിട്ടുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് അടിച്ചിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുമ്മളുകൾ വരുന്നത് പോലെ കാണാം. ചെറിയ കുമ്മളുകൾ പോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത് പോലെ കാണാം. തലേ ദിവസം തന്നെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തലേ ദിവസം തന്നെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മൾ കൂട്ടി വെച്ച മാവ്. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാം. നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടായതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണ വേണം. കാരണം നമുക്ക് നന്നായിട്ട് എണ്ണയിൽ മുങ്ങി പൊന്തണം. അതിന് വേണ്ടി കൂടുതൽ എണ്ണ വേണം. എണ്ണയെല്ലാം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുട്ട് തുടങ്ങാം. എണ്ണ നല്ല ചൂടാവണം, എന്നാലേ നമുക്കതിൻ്റെ ഒരു നല്ല രീതിയിൽ ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടൻ്റെ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് ഇങ്ങനെ എടുത്ത് മാവ് ഒന്ന് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. പിന്നെ ഉരുട്ടിയെടുത്തിട്ട് എന്നിട്ടാണ് ചട്ടിയിലേക്ക് ഇടേണ്ടത്. നമുക്ക് ഈ ഒരു രീതിയിൽ വേണം ഉണ്ടയിടാൻ. ഉണ്ടയുടെ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചുഴറ്റിയെടുക്കണം. ഉണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് ഇന്നലെ കൂട്ടി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തലേ ദിവസം തന്നെ കൂട്ടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതാ ഉണ്ട ഒന്ന് കണ്ടാൽ നന്നായിട്ടുണ്ട്. ഉണ്ട ഇതുവരെ ചെയ്തിട്ട് സക്സസ് ആവാത്തത് നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് പാകമായിട്ടുണ്ട്. ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടംപൊരി. അപ്പോൾ ഇതുവരെ ചെയ്തിട്ട് വിജയിക്കാത്ത ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിമ്പിൾ രീതി ശ്രമിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഉണ്ടംപൊരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഈ ഒരു ഉണ്ടംപൊരി ചെയ്യാന്നുള്ളത്. ഞാൻ ശരിക്കും റെസിപ്പി ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് വീഡിയോയിൽ ക്ലാരിറ്റി കുറച്ച് സൗണ്ടിന് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ ഈ ഒരു ബോണ്ടയെക്കുറിച്ച് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ടംപൊരിയാണ്. നമ്മളവിടെ ഉണ്ടാന്നാണ് പറയലുള്ളത് ഇതിന്. ശരിക്കും പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഉണ്ട തന്നെയാണ്.